ടൈംസ് ന്യൂസ് ഇന്ത്യ അവതരിപ്പിക്കുന്ന ഇന്നത്തെ ദിവസം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 ഒക്ടോബർ 9 വെള്ളിയാഴ്ച, കൊല്ലവർഷം 1196, കന്നി 23. ഇന്ന് ലോക തപാൽ ദിനമാണ്. ആഗോള പോസ്റ്റൽ യൂണിയൻ 1894 ഒക്ടോബർ 9 സ്വിറ്റ്സർലൻഡിൽ രൂപീകരിച്ചതിൻ്റെ സ്മരണ പുതുക്കിയാണ് ഈ ദിനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് ടെറിട്ടോറിയൽ ആർമി ദിനമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന സി രാജഗോപാലാചാരി 1949 ഒക്ടോബർ 9 ടെറിട്ടോറിയൽ ആർമി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് കൗതുക സംഭവ ദിനമാണ്, ക്യൂരിയസ് ഇവൻറ്റ്സ് ഡേ. സാഹിത്യകാരനും പണ്ഡിതനുമായ തൈക്കാട് നാരായണൻ മൂസ് അന്തരിച്ചത് 1907 ഒക്ടോബർ 9. തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലെത്തിയത് 1927 ഒക്ടോബർ 9. ഇത് ഗാന്ധിജിയുടെ 3ാമത്തെ കേരള സന്ദർശനമായിരുന്നു. മലമ്പുഴ അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് ഉദ്ഘാടനം ചെയ്തത് 1955 ഒക്ടോബർ 9 ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുപോന്ന കേരളത്തിലെ ഒരു വിഭാഗം കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് രൂപീകരിച്ചത് 1964 ഈ ദിനത്തിലാണ്. സായുധ വിപ്ലവം നടത്തിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ഏണസ്റ്റോ ചെഗുവേര ബൊളീവിയൻ കാടുകളിൽ വെച്ച് കൊല്ലപ്പെട്ടത് 1967 ഒക്ടോബർ 9 ആയിരുന്നു. രോഹിണി റോക്കറ്റ് വിക്ഷേപണത്തോടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണത്തിന് തുടക്കമിട്ടത് 1971 ഈ ദിനത്തിലാണ്. കഥകളി ആചാര്യൻ ഗുരു ഗോപിനാഥ് അന്തരിച്ചത് 1987 ഒക്ടോബർ 9. സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന മലാലയെ താലിബാൻ ഭീകരർ വെടിവെച്ചത് 2012 ഒക്ടോബർ 9 ആയിരുന്നു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മലാലയെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകി ലോകം ആദരിച്ചു. സംഗീത സംവിധായകനും ഗാനരചയിതാവുമായിരുന്ന രവീന്ദ്ര ജെയിൻ മുംബൈയിൽ അന്തരിച്ചത് 2015 ഒക്ടോബർ 9. ഇതോടുകൂടി ഒക്ടോബർ 9 ചരിത്രവിശേഷങ്ങൾ സമാപിക്കുന്നു. വീണ്ടും ഈ പരിപാടിയുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.